ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ജപ്പാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൗണ്ട് ഫ്യൂജി കാണാൻ വേണ്ടിയാണ്. ഏകദേശം 3370 മീറ്ററാണ് ഈ മൗണ്ട് ഫ്യൂജിയുടെ ഉയരം. കൂടാതെ ഇത് ജപ്പാൻകാരുടെ സാംസ്കാരിക ചിഹ്നമായാണ് കാണപ്പെടുന്നത്. കൂടാതെ മൗണ്ട് ഫ്യൂജി ഒരു സജീവമായ അഗ്നിപർവ്വതം കൂടിയാണ്. അവസാനമായി വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടായത് 1707 അപ്പോൾ ഗൈസ്, നമ്മളിപ്പം വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഇത് കണ്ട നമുക്ക് മൗണ്ട് ഫ്യൂജി കാണാം. അപ്പം നമ്മളിവിടെ ഒരു സ്റ്റോപ്പാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ ബാത്റൂംസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ പോവാം. പാവം ബബ്ബു നല്ല ഉറക്കത്തിന്, നല്ല വെയിലും ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ ക്ലൈമറ്റ് ഒന്നും ഇവിടെ കിട്ടാറില്ല, വളരെ ചുരുക്കമാണ്. ഇപ്പൊ സമ്മറല്ലേ. ഇത് ലേക്കിലോട്ട് പോകുന്ന ഒരു റൂട്ടാണിത്. യെസ്, ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വാജിക്കോ ആ കാണുന്നതാണ് നമ്മുടെ മൗണ്ട് ഫ്യൂജി. ഇത്രയും വലിയൊരു ലേക്കാണ്. ഇവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇത് ഫുള്ള് ഇങ്ങനെ മലകൾ കൊണ്ട് ചുറ്റിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി. നമ്മൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്കിത് മിസ് ചെയ്തേനെ. കണ്ട അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇതാണ് ഇതൊക്കെ നമ്മുടെ ലഞ്ച്. റൈസ്, പിന്നെ ഒരു സൂപ്പ്, പിന്നെ ചിക്കൻ, ഒരു തോഫ്. ചിക്കൻ ബാബു. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിച്ചത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താ? ടാക്കിയാക്കി അല്ലേ? ടാക്കിയാക്കിയാണ് ഇതിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഗൗരി ഫുഡൊക്കെ? വേറെ നിറഞ്ഞല്ലോ. ചില സാധനങ്ങൾ ഒരു ഫിഷ് ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഫ്രൈഡ് ചിക്കൻ നല്ല സൂപ്പറായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ ഫ്രൈ കൊള്ളായിരുന്നു, ഇത് KFC പോലെ, അല്ലാതെ ഒന്നും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഫുഡൊക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളിനി ഒസാക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്യാണ്. പക്ഷെ അതിനിടയ്ക്ക് കാണിക്കുന്ന കുണ്ടാമണ്ടികളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബബ്ബു കുണ്ടാമണ്ടികൾ. സ്പോൺസർ ബബ്ബു. അതുപോലെ തന്നെ നമ്മള് ജപ്പാനിൽ വന്നപ്പോൾ നമ്മൾ ഒരു കൊങ്ങിണി വരെ കണ്ടു. അങ്ങനെ ഒരു ഷേണായി എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ, പുള്ളി കണ്ണൂരുകാരനാണ്. അപ്പൊ നമ്മുടെ കൂടെ അങ്ങനെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ പേര് പ്രഭു എന്ന് പറഞ്ഞ കണ്ടപ്പം അവിടെ വെച്ച് തന്നെ പുള്ളി എന്നെ ഇങ്ങനെ കൈ കാണിച്ചു. പക്ഷെ ഞാൻ ശരി എന്ന് പറഞ്ഞു. നമുക്ക് കണ്ടപ്പോൾ ഇന്ത്യക്കാരൻ തന്നെയല്ലേ അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ പുള്ളി ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് പുള്ളി കൊങ്ങിണിയാണെന്നുള്ള കാര്യം. അപ്പം ഗായ അതിലും വലിയ ഞെട്ടല്, ജപ്പാനിൽ വന്നിട്ടും കൊങ്ങിണിമാരെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷം നമ്മൾ ഇനി ഒസാക്കി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്യാണ്. ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മൗണ്ട് ഫ്യൂജി ആപ്പിളുകളാണ് കേട്ടോ. എൻ്റെ പൊന്നെ, എന്ത് വലിയ സൈസാണ് നോക്കിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അല്ല, ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ സിറ്റിയിലൊക്കെ പോയി താമസിക്കുന്നതിനെക്കാട്ടി നല്ലത് പറ്റുവാണെങ്കിൽ ഈ കൺട്രി സൈഡൊക്കെ വന്ന് താമസിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫീൽ കിട്ടും അല്ലേ. നല്ല കാറ്റ്. ചിലപ്പോൾ ഈ മൗണ്ട് ഫ്യൂജിയുടെ താഴെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. നോക്ക്, നേരെ പോകുന്ന എവിടോട്ടാണ്. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇവിടെ മെയിനായിട്ട് കാണുന്നതാ ഇങ്ങനെ നിറച്ച് നമ്മള് കുഞ്ഞുങ്ങളെ സ്ട്രോളറിൽ വെക്കുന്ന പോലെ പട്ടിക്കുട്ടികളെയാണ് സ്ട്രോളറിൽ വെച്ചോണ്ട് ഇവര് വരുന്നത്. ഇവിടെ കുറേ അത് കാണാം. അവിടെയും ഇങ്ങനെ 2 ഡോഗ്സ് ഉണ്ട്. ഒന്ന് സ്ട്രോളറിലുണ്ട്, ഒന്ന് അവരുടെ കയ്യിലുണ്ട്. മൗണ്ട് ഫ്യൂജിയുടെ ആപ്പിൾസ് നല്ല വലിയ ആപ്പിളാണ്. പീച്ച്, സ്ട്രോബെറി. ചെറിയുണ്ട്.
ഇതിങ്ങനെ കർച്ചീഫ്സ് ആണ്, ഇവിടുത്തെ ജാപ്പനീസ് ഹാൻഡ് മെയ്ഡ് ആണ് ഇതൊക്കെ. ആൽക്കഹോൾ ഇങ്ങനെ എല്ലാം ഉണ്ട്. കുറേ വാലറ്റ്സ് ഉണ്ട്, പേഴ്സ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ, ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെ പിക്കിൾ വെച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനത്തെ കൊള്ളാവോ? ഫിഷ് ഓയിൽ ഉണ്ടല്ലോ ഇവിടുത്തെ എല്ലാത്തിനും. ഫിഷ് ഓയിൽ ഉണ്ട്. കുറച്ച് ഇവിടെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വെള്ളം എടുക്കാവുന്ന രീതിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി നാച്ചുറൽ വാട്ടർ എന്നാണ് പറയുന്നത് അവർ. 200 രൂപ ഇവർ പറയുന്നത് ബോട്ടിലിന്. എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള അക്വേറിയം ആണോ? അല്ലല്ലോ ഇത് മൗണ്ട് ഫ്യൂജി തന്നെയുള്ള വെള്ളം അല്ലേ? കുറെ ഫിഷ് ഉണ്ടല്ലേ, അടിപൊളി. അപ്പൊ ഞാൻ ആദ്യമേ ഈ വെള്ളം ഒന്ന് മേടിച്ചിട്ട് വരട്ടെ. ഇതെന്താ 200 yen എന്തുവാ? അപ്പൊ ആ ബോട്ടിലൊന്ന് ഞാൻ മേടിച്ചിട്ട് വരാം. പിന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്ന വെള്ളമാണ്. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് ആയുസ് കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെ ദേ അപ്പുറത്ത് ഗൗരി ആ ബോട്ടിൽ മേടിക്കാൻ വേണ്ടി നിൽക്കുക. ബോട്ടിൽ വെച്ച് വെള്ളം എടുക്കാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ ഫുൾ ആൾക്കാർ ക്യൂ നിൽക്കുക ഇവിടെ. നല്ല അടിപൊളി മീൻ. അങ്ങനെ അവിടെ നിന്ന് ഗൗരി ആ വെള്ളം കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ബബ്ബുവിന് കൊടുക്കാൻ. കാരണം ബബ്ബുവിന്റെ നാളെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ബർത്ത്ഡേ പ്രമാണിച്ച് ബബ്ബുവിന് എല്ലാ ദീർഘായുസും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക്. ഈ ഡ്രാഗന്റെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുക. ഈ വെള്ളം കുടിച്ചാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ദീർഘായുസ് കിട്ടുന്നത്. അങ്ങനെ ഗൗരി വന്നിട്ടുണ്ട് ആ വെള്ളം എടുക്കാൻ. അങ്ങനെ വെള്ളം എടുത്ത് ഗൗരി വരുവാണ്. ഗൗരി ഇതെന്താ മറ്റേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദീർഘായുസ് കിട്ടും അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഈ വെള്ളമാണ് ജാപ്പനീസ് ആൾക്കാരുടെ ലോങ് ലൈഫിന്റെ റീസൺ എന്നാ പറയുന്നത്. ഓക്കെ. അപ്പൊ കൈ മുഖമൊക്കെ ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. കൊള്ളാം. നല്ല തണുത്താണ്. മൗണ്ടൻ വാട്ടർ പോലെ ഉണ്ട്. Right, so 3:30 we get at this place. Please remember this place by yourself because someone. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഷിമ്യോഷിദ സ്റ്റേഷനിലാണ്. ഇതൊരു ചൊരിറ്റോ പഗോഡ എന്ന് പറഞ്ഞ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടപ്പുറത്ത് 5 മിനിറ്റ് നമുക്ക് ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെറൈറ്റി കളേഴ്സ് ഉള്ള ട്രെയിൻ കാണാം ഒക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തോമസ് ആൻഡ് ഫ്രണ്ട്സ് നമ്മളെ പോഗോയിലും കാർട്ടൂണിലൊക്കെ കാണുന്ന അത് അവരുടെ ഇതിലുള്ള ട്രെയിനാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ. പിന്നെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇനി പോകുന്നത് അരക്കുരയാമ സെങ്കൻ പാർക്ക് വിസിനിറ്റി മാപ്പാണിത്. നമ്മളിവിടെ ഇവരുടെ ഷ്രൈൻ കാണാൻ വേണ്ടി പോവുകയാണത്. അപ്പം ഇതാണ് ഷ്രൈനിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ ഏകദേശം 300 സ്റ്റെപ്പ് ഉണ്ട് മേലോട്ട് കയറാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് കയറാൻ പോവാം. ഗായ വന്നില്ല കാരണം ബബ്ബു ഉറങ്ങിയതുകൊണ്ട്. അപ്പം ഞാനും ഗൗരി മാത്രമാണ് മേലോട്ട് പോകുന്നത്. ആണ് ഷിങ്കൻസു പഗോഡ. ഇതേതോ ഇവിടുത്തെ വിശ്വാസമുള്ള ഒരു സ്ഥലമാണിത്. ഷ്രൈൻ എന്ന് പറയും. പൊന്നോ അടുത്ത് ഇപ്പോഴേ അടുത്ത് ഇനി 300 പടി കയറാറുണ്ട്. വരുന്നില്ലേ? അപ്പം ഗൗരി വരുന്നില്ലേ? ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് അവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പടികളൊക്കെ കയറാൻ പോവാണ്. ഫ്യൂജി നിൽക്കുന്ന ഫുൾ ഏരിയ, അതായത് ഇവിടെ തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇതും ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. ഇത് ക്യൂ നിൽക്കുക ആൾക്കാർ. കാരണം ഇത് ഈ കല്ലിൻ്റെ മേളിൽ നിൽക്കുവാണെങ്കിൽ കറക്റ്റ്
ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പിന്നെ നേരത്തെ കണ്ട ആ പഗോഡ ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ അതെ ഇവിടെയും ആ ചെറിയ രീതിയിലുള്ള പഗോഡയാണ്. ഇതിൽ നമ്മളൊരു 100 yen കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതൊരു ബൈനോക്കുലറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പ് പോർഷൻ കാണാൻ പറ്റും. ടോപ്പ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു മേളത്തെ കാണുന്ന പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ മേളിലോട്ട് വരെ കയറി, പക്ഷേ ഇനി പറ്റുന്നില്ല. കാരണം ഇനിയും കുറേ മേളിൽ കയറാനുണ്ട്. ഈ ബാക്കിൽ കാണുന്ന സ്റ്റെപ്പ് ഫുള്ളിൽ കയറണം. പിന്നെ 3:30 അവിടെ എത്തണം. പിന്നെ എൻ്റെ നടത്തം കൊണ്ട് ഇനി താഴെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. പറ്റുന്നില്ല, കാല് ഭയങ്കര വേദന. പക്ഷേ ഏതായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും നിന്നും നമുക്ക് നല്ല വ്യൂ, അതായത് നമ്മുടെ മൗണ്ട് ഫ്യൂജിയുടെ നല്ലൊരു വ്യൂ കാണാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഈ ഇവിടുത്തെ ഷ്രൈനും കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഏതായാലും ഞാൻ ഇനി നിർത്തി, ഞാനിനി താഴെ പോവുക. അല്ലല്ലേ വേർത്ത് കുളിച്ച് ഇനി തിരിച്ച് വണ്ടിയിലൊക്കെ പോകാനുള്ള തന്നെ. അടുത്ത് കാലിൻ്റെ ഊപ്പാട് ഇളകി. പിന്നെ എനിക്ക് എല്ലാവരോടും, അതായത് ജപ്പാനിലോട്ട് പ്ലാൻ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇഷ്ടം പോലെ നടക്കാനുണ്ട്. അതുകൊണ്ട് നല്ല ഷൂസ് കരുതുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. അല്ലാതെ നമുക്ക് ടാക്സി പിടിച്ച് പോകണമെങ്കിൽ ടാക്സിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ട്രെയിൻ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ 5-10 മിനിറ്റ് വോക്കബിൾ ആണ്. പക്ഷേ അതിനടുത്ത് റൂം കിട്ടണമെങ്കിൽ പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടി വരും. അപ്പം ഏറ്റവും നല്ലത് നിങ്ങളൊരു നല്ല ഒരു ഷൂ കരുതുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും നടന്നു പോകാം. നല്ല വേദന ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറഞ്ഞൊരു ദിവസം ഒരു മിനിമം ഒരു 10 കിലോമീറ്ററെങ്കിലും നമ്മൾ നടക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇപ്പം ഫുഡും വല്ലാണ്ട് നമുക്കൊന്നും ശരിയാകുന്നില്ല. കാരണം ഇപ്പോൾ കുറേ ദിവസം ചിക്കൻ വെച്ച് കഴിക്കാം. നമുക്ക് വെജിലുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇന്ന് രാവിലെ സൂപ്പിൻ്റെ നോക്കിയപ്പോഴും ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല ലഞ്ച് ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് അവിടെ ലഞ്ചിനാണെങ്കിൽ സൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സൂപ്പിൽ നമുക്കൊരു ഫിഷ് ഓയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ വെജ് ഓപ്ഷൻ എനിക്ക് ഇതുവരെ ഒന്നും നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ലോ. അപ്പോൾ ഇവർക്ക് ഇവിടേതായിട്ടുള്ളൊരു രീതിയിലുള്ള ഫുഡായിരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഫുഡിൻ്റെ കാര്യം കൂടെ ശരിയാകാനുണ്ട്. പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ദിവസം നമ്മളെപ്പോൾ നോക്കിയാലും ഒരു വൈൻഡപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. കാരണം തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആവും, അല്ലെങ്കിൽ മതിയും കൊതിയും തീരും. അതുപോലെ നമ്മൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് ഇനി തിരിച്ച് ടോക്കിയോയിലോട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ടോക്കിയോ വന്ന് നമ്മൾ ലേറ്റ് ആകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാത്രി 10:30 നഗോയിലോട്ടുള്ളൊരു ഷിങ്കൻസൻ, അതായത് ബുള്ളറ്റ് ട്രെയിനാണത്. 10:30 പുറപ്പെട്ട നമ്മളൊരു 11:30 ആകുമ്പോൾ എത്തും. ഏകദേശം നോർമലാണെങ്കിൽ ഒരു ബസ്സിലൊക്കെ അല്ലെങ്കിൽ കാറിലൊക്കെ പോകണമെങ്കിൽ 4 മണിക്കൂറാണ്. ഇത് ബുള്ളറ്റ് ട്രെയിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ 1-1.25 മണിക്കൂറേ ഉള്ളൂ യാത്ര. അപ്പോൾ അത് ഇന്നലെ ഞങ്ങൾ JR ടിക്കറ്റ് എടുത്തു. ഷിങ്കൻസന് സെപ്പറേറ്റ് ടിക്കറ്റാണ്, നോർമൽ ടിക്കറ്റില്ല. അപ്പോൾ അങ്ങനെ അതും എടുത്തു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ടോക്കിയോയിൽ പോകണം. ടോക്കിയോ ഒന്ന് നേരെ നമ്മൾ നഗോയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ഏതായാലും ഞാനിനി താഴോട്ട് ഇറങ്ങുക. അവിടെ ഗൗരിയും വെയിറ്റ് ചെയ്യുക. ഗൗരി ഇടയ്ക്ക് വരെ വന്നു, പക്ഷേ ഗൗരിക്ക് മതിയായി. അപ്പോൾ ഞാൻ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയപ്പോൾ എനിക്കും മതിയായി. അപ്പോൾ ഞാനും ഇറങ്ങുക. അപ്പം നേരിട്ട് ഇനി അങ്ങോട്ട് പോവാൻ ഞാൻ. അപ്പോൾ അവരെ അവിടെ വെച്ച് കാണാം.